നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊന്നും ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണം ഏതുവരെ എത്തി? ആൻസി ചോദിക്കുന്നിടത്ത് തന്നെ ഉണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു കോമഡി. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം സത്യം പറഞ്ഞാൽ എങ്ങും എത്തിക്കാണത്തില്ല. കാരണം നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇപ്പം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ അത് കേസ് ഫയൽ ചെയ്യുന്നു. ആ കേസിൻ്റെ മൊഴിയെടുത്തതിന് ശേഷം ഇന്ന സ്ഥലത്ത് വെച്ചാണ് എനിക്കുണ്ടായ സംഭവം, അല്ലെ ഒരു പീഡനമായിക്കോട്ടെ, അല്ലെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, കൊലപാതക ശ്രമം, ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് അന്വേഷിക്കുന്നത്. ഇവിടെ ഇരയില്ല, വാദിയില്ല, പ്രതിയില്ല, കുറേ സോഷ്യൽ മീഡിയ അഭ്യൂഹങ്ങളും കുറേ മാധ്യമങ്ങൾ പടച്ചുവിട്ട കുറേ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതനുസരിച്ച് ക്രൈംബ്രാഞ്ച് എവിടെ പോയാണ് അന്വേഷണം നടത്തുന്നത്? ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഗർഭത്തിൻ്റെ കഥയെടുക്കാൻ ചെല്ലുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഹോസ്പിറ്റലുകാർ അതിന് വേണ്ടുന്ന ഇത് കൊടുക്കുമോ? ഇല്ല. അവിടെ നിയമവശങ്ങളുണ്ട്, അല്ലേ? ഇപ്പം ലക്ഷ്മി പത്മയാണെന്ന് തോന്നുന്നു, ലക്ഷ്മി പത്മ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, അതായത് അതിജീവിതയെ കണ്ടു എന്നും ഈ ഒരു ഗർഭചിത്രം നടത്തിയത് അതായത് സുരക്ഷിതമല്ലാത്ത രീതി, അതായത് ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രമാണ് അതിജീവിത നടത്തിയതെന്ന് ലക്ഷ്മി പത്മ പറയുന്നുണ്ട്, തന്റെ പോസ്റ്റിൽ പറയുന്നു. അപ്പൊ ഈ അശാസ്ത്രീയമായ ഗർഭചിത്രം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ പോയി കാണത്തില്ല. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പോകാതെ അശാസ്ത്രീയമായിട്ട് ചിലപ്പോൾ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സ്വമേധയാ കഴിച്ച് അങ്ങനെ ഗർഭചിത്രം നടത്തിയതാണെങ്കിൽ ഈ ക്രൈംബ്രാഞ്ച് ശരിക്കും ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയല്ലേ ചെയ്യുന്ന ഈ പോലീസുകാർ. ശരിക്കും ഇവർ ഇരുട്ടിൽ തപ്പോ ഇവർ ഏത് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാനാ? ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ നടന്നു എന്ന് പറയുന്ന മറ്റൊരു അഭ്യൂഹമാണ്. അപ്പൊ അത് അവിടെ പോയി അന്വേഷിച്ചാൽ തന്നെ ഒന്നിൽ പീഡിപ്പിച്ച വ്യക്തി പറയണം, അല്ലെങ്കിൽ പീഡനം അനുഭവിച്ച വ്യക്തി പറയണം, എന്നെ ഇന്ന ഹോസ്പിറ്റലിൽ വെച്ച് ഇത് നടത്തിയെന്ന്. ഇത് നമ്മൾ ഇപ്പോൾ ഒരു ഗർഭചിത്രം നടത്തിയെന്ന്, ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഗർഭചിത്രം നടത്തി എന്നുണ്ടെങ്കിൽ ആ വ്യക്തി പറയണേ ഇന്ന ഹോസ്പിറ്റലിൽ വെച്ച് നടത്തി എന്നുള്ളത്. അല്ലാതെ ഈ ഹോസ്പിറ്റലുകാർ അവരുടെ ഒരു അനുമതി ഇല്ലാണ്ട് ഹോസ്പിറ്റലുകാർ എടുത്തു കൊടുക്കൂ? ഇല്ല. അവിടെ നിയമവശങ്ങൾ വരും. അപ്പൊ ശരിക്കും ക്രൈംബ്രാഞ്ച് വെട്ടിലായി എന്ന് തന്നെ പറയാം, വെട്ടിലായി കിടക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന സംഗതി വരെ എത്തിയിട്ടുണ്ട്, കേസിന്റെ മുൻപോട്ടുള്ള പോക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നത് ഞങ്ങൾ അന്വേഷിച്ചു, ഇന്നത് ഞങ്ങൾ കണ്ടെത്തി, എന്താണോ ഒന്നും ഒരു പോലീസ് പോലും ഒരു മാധ്യമങ്ങളുടെ മുമ്പിലും പറയുന്നില്ല, അതിന്റെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വിടുന്നില്ലല്ലോ. ആകപ്പാടെ കിട്ടിയ ഒരു റിപ്പോർട്ടിൽ നിന്ന് 18-നും 60-നും വയസ്സിനും ഇടയിലുള്ള ഏതോ ഒരു സ്ത്രീ, എന്തായാലും സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 18-നും 60-നും ഇടയിലുള്ള ഏതോ ഒരു സ്ത്രീ ആണ് ഇത്തരത്തിൽ പീഡനം അനുഭവിച്ചതെന്ന് പറയുന്നത്. ഇത് ഏത് വ്യക്തി, എന്ത് വ്യക്തി, 18 മുതൽ 60 വയസ്സ് ഏത് പ്രായമാവാം. ഒരുപക്ഷെ അതും കൂടി രാഹുൽ മാങ്കൂട്ടം വളരെയധികം ഈ ഒരു സന്ദർഭത്തിൽ വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം 60 വയസ്സെന്ന് ഒരുപക്ഷെ അമ്മയുടെയൊക്കെ പ്രായമുള്ള സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഫാമിലിയുടെ ഒരു ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇങ്ങനെ ക്രൈംബ്രാഞ്ചും അല്ലെങ്കിൽ പിണറായി സർക്കാർ ഇങ്ങനെ കുറേശ്ശെ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വിടുന്നുണ്ട്. തീർത്തും ഈ ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണം കേരള പോലീസിന് എന്താ വേറെ പണിയില്ലേ? വേറെ ഈ ഗർഭത്തിന്റെ കഥ അന്വേഷിച്ച് പോകലാണോ പണി? വേറെ എന്തെല്ലാം കാര്യങ്ങൾ പോലീസിന് അന്വേഷിക്കാൻ കിടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഗർഭത്തിന്റെ കഥയെ അന്വേഷിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് ബാംഗ്ലൂരിൽ പോകുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും. ഈ നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും അറിയില്ല. ഇരയും പറയുന്നില്ല, വാദിയും പറയുന്നില്ല, പ്രതിയും പറയുന്നില്ല, ആരും പറയുന്നില്ല. കുറെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ ഹോസ്പിറ്റലിൽ നടന്നു എന്ന് പറഞ്ഞാൽ അവരെന്തോ എടുത്തു കൊടുക്കാതിരിക്കുവാന്ന്. അവിടെ ഹോസ്പിറ്റലുകാർക്ക് നിയമവശങ്ങളുണ്ട്, അല്ലേ? ഇപ്പൊ ഒരു ഗർഭചിത്രം നടത്തി, അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിലുള്ള ഒരു ഇത് നടത്തി, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ നടത്തി, അതിന്റെ നിയമവശങ്ങളുണ്ട്. ആ ഹോസ്പിറ്റലിൽ ചുമ്മാ അങ്ങ് എടുത്തു കൊടുക്കും, അവര് കോടതിയെ സമീപിക്കത്തില്ലേ? അപ്പൊ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ എന്താണ്, വരുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന ചില കാര്യങ്ങൾ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇനി തെരഞ്ഞെടുപ്പ് വരും വരെ, ഇനിയിപ്പോ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേന് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അടുത്ത മാർച്ചൊക്കെ ആകുമ്പോഴത്തേന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതുവരെ ഇങ്ങനെ ഓരോ മാസം എന്തെങ്കിലുമൊക്കെ തുമ്പൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതുവരെ ഒന്ന് പിടിച്ചു നിർത്തണം. അതുവരെ രാഹുലിന്റെ വിഷയം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിർത്തണം. അതാണ് ഭരണപക്ഷത്തിന് തെളിവായിട്ടുണ്ടല്ലോ. ഓടിയ വലിയൊരു തെളിവാണ്. അതിന്റെ എന്തിയെ, ആ വ്യക്തി എന്തിയെ, ഇന്നലെ നമ്മൾ സംസാരിച്ചാണല്ലോ, ആ വ്യക്തി എന്തിയെ, ആ വ്യക്തി വന്നെങ്കിലല്ല അതൊരു സ്ട്രോങ് ആയിട്ട് കേസായിട്ട് പോകും. അപ്പൊ ആ വ്യക്തി മുമ്പോട്ട് വരണം, എനിക്ക് പീഡനം അനുഭവിച്ചെന്ന്. ഏതായാലും നമ്മളെ ഒരാൾ റേപ്പ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വെറുതെ കുത്തിയിരിക്കും?
വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ ആ ട്രോമയിൽ നമ്മളെല്ലാം ഈ പറയുന്ന സമൂഹത്തെ നേരിടാനുള്ള ഇത് കാരണം കുറച്ച് നാൾ ഒരു പെൺകുട്ടി, പക്ഷെ ഇത് ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. അവൾ സമൂഹത്തെ നേരിട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു അതിജീവിതം ഉണ്ടെങ്കിൽ അവൾ സമൂഹത്തെ നേരിടുന്നു. ആ വ്യക്തിക്കെതിരെ ഇങ്ങനെ തുടരെ ഓരോ വോയിസ് ക്ലിപ്പുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പുകമറയ്ക്കുള്ളിൽ നിന്ന് ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇനി പുറത്തു വരാം. ഇനി ഒരു മുഖം സമൂഹത്തിന് മുമ്പിൽ കാണിക്കേണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണ പിന്തുണ നൽകുന്ന മുഖ്യമന്ത്രിയാണ്. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ ആ അതിജീവിതയ്ക്ക് നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല, ഈ പറയുന്ന നമ്മൾ കൂടി അല്ലേ. എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? അപ്പോൾ ഒരു ഭാഗം മാത്രം ശരി എന്ന് പറയരുത്. രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് പുകമറയെന്ന് പുറത്തു വരാത്തത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഈ പറയുന്ന ലീഗൽ വശങ്ങൾ നോക്കുവാണെങ്കിൽ ഇതൊന്നും ഒരു പക്ഷേ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ക്രൈംബ്രാഞ്ചിന് കൃത്യമായ തെളിവുകളും പരാതിയും വേണം. പരാതി ഇല്ലാത്തിടത്തോളം കാലം ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയാണ് ക്രൈംബ്രാഞ്ചിന്. ഇപ്പോൾ പോലീസ് നേരെ ബാംഗ്ലൂർ അല്ല, ഡൽഹി അല്ല, ഇനി അമേരിക്കയിൽ പോയി ഒരു ഹോസ്പിറ്റലിൽ ഇതെടുത്താലും ഒരു പരാതിക്കാരുടെ ഇത് അല്ലാതെ ഞാനിപ്പോൾ ഒരു അബോർഷൻ ചെയ്തു, ഞാൻ പറയുന്ന ഇന്ന ഹോസ്പിറ്റലിൽ വെച്ച് അബോർഷൻ ചെയ്തു എന്ന്, അപ്പൊ എന്റെ ഇത് കൊടുക്കണം അല്ലെ, എന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം, ഞാനും കൂടെ അവിടെ ഒപ്പിടണ്ടേ. ഞാനും കൂടെ പരാതി കൊടുത്തെങ്കിലല്ലേ ക്രൈംബ്രാഞ്ചിന് ആ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അല്ലെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആരുടെയും ഡീറ്റെയിൽസ് എടുക്കാൻ ക്രൈംബ്രാഞ്ചിന് അങ്ങനെ നിയമമുണ്ടോ? ഇല്ല. ആർക്കിപ്പം എനിക്ക് ആൻസിക്ക് ചെന്നത് അതെ ഇന്ന ഒരാൾ അബോർഷൻ ചെയ്തോന്ന് അറിയണം, ഞങ്ങൾക്ക് അവരുടെ ഹിസ്റ്ററി, ഹോസ്പിറ്റൽ ഹിസ്റ്ററി തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? കൊടുക്കൂല. അത് ആർക്കും കൊടുക്കൂല. അത് അവർക്ക് അവരുടെ ഹോസ്പിറ്റലിന് ഓരോ നിയമവശങ്ങളുണ്ട്. ഇനി അതിൽ ഇപ്പം ലക്ഷ്മി പത്മ പറയുന്നുണ്ട് അശാസ്ത്രീയമായ രീതിയിലാണ് അബോർഷൻ ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ എവിടെ ഏത് ഹോസ്പിറ്റലാണ്? ഇപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ചുമ്മാ ഒരു നാടകമാണ്. ഒരു വ്യക്തിയെ കൂടുതൽ ഹനിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പല കുതന്ത്രങ്ങൾ, ചതുരക്കളികളാണ്. അതേ ഉള്ളൂ ഇതിനെ അനുമാനിക്കാൻ. അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഒരു പെൺകുട്ടിയെ ഒന്നിലധികമോ പെൺകുട്ടികൾ മുന്നിലേക്ക് വരണം. തീർച്ചയായിട്ടും സമൂഹം മുഴുവൻ അവരോടൊപ്പം ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഇതല്ലാതെ ഒരു വ്യക്തിയെ ചുമ്മാതെ ഹനിക്കുക, ഇതിന്റെ പുറത്ത് ഇപ്പൊ ചെറിയ കാര്യങ്ങൾ പോലും പല രീതിയിൽ ഒരു എന്താ പറയുന്ന വൃത്തികെട്ട മനുഷ്യനായിട്ട് അല്ലെ സൈക്കോപാത്തായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ചിത്രീകരിക്കാൻ വേണ്ടി അയാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഇതൊന്നും നമുക്ക് തോന്നത്തില്ല. ഇത്രയും സൈക്കോപാത്തായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം രണ്ടുപേര് ഒരുപക്ഷെ അവരുടെ ഇഷ്ടപ്രകാരം അവർ ഒരുമിച്ചു, അവർ ജീവിക്കാൻ ആഗ്രഹിച്ചു കാണും, ഇല്ലായിരിക്കാം, ചിലപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ പിരിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഹുല് ചതിച്ചിരിക്കാം, എന്തും നടന്നിരിക്കാം. അത് അവരുടെ ഇടയിലുള്ള വിഷയം. ഒരു വ്യക്തിക്ക് അത് പരാതി ഉണ്ടെങ്കിൽ അത് പരാതി കൊടുക്കുക. അതല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും ഇതില്ല. ഇതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. നമ്മുടെ നാട്ടിന് നമുക്കറിയാം, അതായത് ബിനോയ് കോടിയേരി അല്ലെ, ബിനോയ് കോടിയേരിയുടെ ആഘോഷമാക്കി അല്ല കുഞ്ഞിനെ വരെ കാണിച്ചിട്ട് എന്തായി കേസിന്റെ അവസ്ഥ എന്തായി? ഒന്നുമില്ല. ഇതും അത്തരത്തിൽ ആഘോഷിക്കപ്പെടും ഒരു ബിനോയ് കോടിയേരിയുടെ. അല്ല ഇതില് രാഹുല് തീർച്ചയായിട്ടും പറയുന്നുണ്ടല്ലോ അതിനകത്ത്, അങ്ങനെ ഞാൻ എന്റെ കൊച്ചിനെ കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെ വെറും അച്ഛനില്ലാതെ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള പറയുന്നുണ്ടല്ലോ അതില്. അപ്പൊ അവിടെ ഒരു മനുഷ്യത്വം. അത് ഇപ്പൊ ബിനോയ് കോടിയേരി ആണെങ്കിൽ അവര് തമ്മിലുള്ള ഫോട്ടോസും കാര്യങ്ങളും കുഞ്ഞിനെ എടുക്കുന്നതൊക്കെ നമ്മള് ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ഇതിപ്പോ സത്യേതും മിഥ്യേതും അതും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ പറയുന്നത് പോലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതുണ്ട്. അപ്പൊ അവരവരുടെ ഇഷ്ടപ്രകാരം ഇപ്പൊ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തീരുമാനങ്ങളാണ്. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തീരുമാനം ശരിയല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നിലേക്ക് വരാം സമൂഹത്തിന് മുന്നിൽ. കാരണം ഇതിപ്പം കേരളം അല്ല ഇന്ത്യ മൊത്തം അറിഞ്ഞ ഒരു സംഗതിയാണ് അല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു MLA ഇങ്ങനെ സ്ത്രീകളുമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ മലയാളികൾ മാത്രമല്ല എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഏത് വ്യക്തിയാണെന്നും ഒരു പക്ഷേ മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ അല്ലേ മിക്ക ആൾക്കാർക്കും അറിയാം ഇതെന്താണ് എന്ന്. അപ്പൊ അതെന്താണ് പുറത്തേക്ക് വരുമോ? ധൈര്യമായിട്ട് പുറത്തേക്ക് പോകാം. നമ്മൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളെല്ലാം എല്ലാ പിന്തുണയും കൊടുക്കത്തില്ലേ? കൊടുക്കും തീർച്ചയായിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇത് മറ്റൊരു രാഷ്ട്രീയ തന്ത്രം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രീയ തന്ത്രമാണ്. അപ്പൊ ഇനിയിപ്പോൾ സഭയിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കയറ്റില്ല എന്നൊരു വിഭാഗം പറയുന്നു. VD സതീശൻ ഇന്നലെ പറയുന്നു തൽക്കാലം മാറി നിൽക്കുന്നതാ നല്ലതെന്ന് പറയുന്നു. കൈവിട്ട മട്ടാണ് VD സതീശൻ ഇന്നലെ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന് മാറി നിൽക്കണം സഭയിൽ കയറണം. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹം പ്രതിരോധിക്കത്തില്ലായിരിക്കും. കാരണം ഭരണപക്ഷത്തിരിക്കുന്നവര് രാഹുലിനെ ഈ പറഞ്ഞോണം സഭയിൽ കയറ്റാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചിലപ്പോൾ മൗനമായിട്ടിരിക്കുകയും. പക്ഷെ അദ്ദേഹം പറയുന്നത് മാറി നിൽക്കണമെന്ന്. എന്തിനു മാറി നിൽക്കണം? അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള മിക്ക MLA-മാർക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അവരെല്ലാം അതിൽ നിന്ന് മാറണം. സഭയിൽ കയറരുത്, കയറാൻ കൊള്ളാത്തവരാണ്. അപ്പൊ ഇപ്പോൾ ആരോപണ വിധേയൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം. ഒന്ന് രണ്ട് സ്ത്രീകൾ പറഞ്ഞു, അതിൽ പരാതിയില്ല.
ഈ ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ടാവില്ലല്ലോ. അവർ പരാതിയായിട്ട് കേസുമായി മുന്നോട്ട് പോകണം. ഇനി കൃത്യമായ തെളിവുകൾ വേണം. ഇപ്പൊ റിനി പറയുന്നതാണ്, റിനിയുടെ മെസ്സേജുകൾ നമ്മൾ കണ്ടോ? ഇല്ല. അവർ ആർക്കും വേണ്ടിയും പഴിചാരാം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം, അല്ലേ? അതുപോലെ തന്നെയാണ് സരിത ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറഞ്ഞത്. അപ്പൊ ആർക്കും, ഏത് സ്ത്രീക്കും ഏതൊരു പുരുഷനെ പറ്റിയും പറയും. പക്ഷെ അതിന്റെ ഒരു അടിസ്ഥാനം വേണം, ഒരു തെളിവുകൾ വേണം, അല്ലേ? രണ്ടാമത് ഹണി പറഞ്ഞു, ഒരു വൈറ്റ് ലവ് ഇട്ടതുകൊണ്ട് അതൊരു മോശമായ കാര്യമാവോ രാഹുൽ? ബാക്കി തരണം, ബാക്കി തെളിവുകൾ വേണം, അല്ലേ? ഇനി അടുത്തത് അവന്തിക, അത് അപ്പാടെ ഇല്ല പറഞ്ഞ ചീട്ട് കീറി ഉടച്ചിട്ടുണ്ട്, അല്ലെ? ഇങ്ങനെ രാഹുൽ പറഞ്ഞു, എന്ത് തെളിവുകൾ? ഒന്നുമില്ല. അപ്പൊ ഇത്തരത്തിൽ ഇവര് 3 പേര് ഇങ്ങനെ പുറമേ നിന്ന് പറയുകയും ബാക്കി പുറകെ നിന്നുകൊണ്ട് ഒരു സ്ത്രീയുടെ വോയിസ് ക്ലിപ്പ്, മാങ്കൂട്ടവുമായിട്ടുള്ള വോയിസ് ക്ലിപ്പ് ഇടുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒന്നും പരാതിക്കാരില്ല. ഈ വോയിസ് ക്ലിപ്പ് ശരിയാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഇതൊക്കെ ഒരു നിയമവശം, നമുക്ക് അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ ഒരു വശത്ത് ചിന്തിക്കുമ്പോഴും നമ്മളൊക്കെ അത് വിശ്വസിക്കുമ്പോഴും, പക്ഷെ മറുവശത്ത് നിയമവശം നോക്കൂ. അപ്പൊ നിയമവശത്ത് നിൽക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ മുകേഷ് MLAയ്ക്കും കടകംപള്ളി സുരേന്ദ്രനും ഈ പറയുന്ന എത്രയോ പേർക്ക് ഈ ലൈംഗിക ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ അടക്കം പുറത്തുവിട്ടിരിക്കുന്നു. അത് ആരോപണമാണ്, ഇതുപോലെ കേസ് നടക്കുന്നു, ആ കേസിന്റെ വിധി വരട്ടെ, എന്നിട്ടല്ലേ നമ്മൾ വിധിക്കേണ്ടുന്നത് എന്നൊക്കെ അന്ന് പറഞ്ഞ ഗോവിന്ദമാഷിനെ പറ്റി അറിയില്ല. ധാർമ്മികതയെ പറ്റിയൊക്കെ അന്ന് വാനോളം പാടിയ ഗോവിന്ദമാഷിനെ പറ്റി അറിയില്ലേ? അപ്പൊ ഈ കാര്യത്തിൽ മാത്രം എന്താ ധാർമ്മികതയില്ലാത്തത്? അപ്പൊ എല്ലാം ആരോപണ വിധേയരാണ്. പരാതി ഉണ്ടെങ്കിൽ ഇപ്പം ആ വോയിസ് ക്ലിപ്പിൽ കൃത്യമായ ഒരു ഇതുണ്ട്, തെളിവുണ്ട്, അല്ലേ? അത് നമുക്ക് എടുക്കാം. അത് വോയിസ് ക്ലിപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഈ അതിജീവിത എന്ന് നമുക്ക് പറയാം. ആ പെൺകുട്ടിയുടെയും ആണെങ്കിൽ അതിനൊരു കൃത്യമായ തെളിവുണ്ട്, ഒരു അടിസ്ഥാനമുണ്ട്. പക്ഷെ അതിന്റെയും ബാക്കിയുണ്ട്. രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ഇത് പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ട് നടന്ന ഒരു സംഭവമാണെങ്കിൽ നമുക്കതിൽ പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. എന്ത് പറയാൻ പറ്റും? ഇപ്പൊ രാഹുൽ വിവാഹ വാഗ്ദാനം ചെയ്തു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ, അതിലൊരു ന്യായമുണ്ട്, ഒരു കഴമ്പുണ്ട്. അതല്ല, രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം രണ്ടുപേരും തമ്മിൽ ചേർന്നു, അതിലൊരു കുഞ്ഞുണ്ടായി, അത് രാഹുലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കും? ഇപ്പൊ ഒരു വ്യക്തിയുടെ കൂടെ ചുമ്മാ ഒരു ഇതിന് ടൈം പാസിന്, പച്ചയ്ക്ക് പറഞ്ഞാൽ ടൈം പാസിന് പോകുന്നു, അവർ തമ്മിൽ ഒരു സെക്സിലേക്ക് ഏർപ്പെടുന്നു, അതിന് അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു. ഇത് ആരുടെ ഭാഗത്താണ്? രണ്ടുപേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് അല്ലേ? ആരുടെ ഭാഗത്ത് ശരി നമുക്ക് പറയാം? പക്ഷെ അതിനപ്പുറം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല എന്നുള്ളത് മറുഭാഗത്തുണ്ട്. പക്ഷേ അത് മനുഷ്യനാണ്. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യമാണ്. അതിൽ കോടതിക്കോ ഈ പറയുന്ന നിയമത്തിനോ യാതൊരു ഇതുമില്ല. നമ്മൾ നിയമത്തിൽ, ജനാധിപത്യ രാജ്യത്തിൽ നമ്മളൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെയോ അങ്ങനെയല്ല നോക്കുന്നത്, മൊത്തത്തിൽ ഒരു നിയമമാണ് നോക്കുന്നത്. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇനിയിപ്പോൾ ഇങ്ങനെ ആയാലും രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിയമത്തിന്റെ വഴിയെ പോയി കഴിഞ്ഞാൽ എനിക്ക് തെറ്റ് ഇല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ രാഹുൽ ഈ ഓഡിയോനെ പറ്റി ഒന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. അവന്തികയുടെ വിഷയത്തിൽ മാത്രം രാഹുൽ അതിന് ഒറ്റയടിക്ക് ഒരു മറുപടി പറയുന്നു. എന്ത് തന്നെയാണെങ്കിലും നിയമത്തിന്റെ വശത്ത് പോകട്ടെ, നിയമത്തിന്റെ വശത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവിടെയാണ് ഒരു പോയിന്റ് വരുന്നത്. രാഹുൽ അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. നിയമത്തിന്റെ വശം, അതാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വരുന്നത്. കാരണം നമ്മുടെ രാജ്യം ഒരു നിയമവ്യവസ്ഥയിൽ നിൽക്കുന്നതാണ്. നമ്മൾ പേഴ്സണലി പറയും രാഹുൽ മോശക്കാരനാണ്, അത് ഞാനും പറയും. രാഹുൽ ചെയ്ത ഒരു രാഷ്ട്രീയ നല്ല നേതാവിന് ചേർന്ന പണിയല്ല. പക്ഷേ ഒരു നിയമവശം വരുമ്പോൾ ഈ പറയുന്നത് പോലെ അതൊരു കേസായിട്ട് വരില്ല. എന്തുകൊണ്ടാണ് മുകേഷ് MLA എന്താ തെറ്റ് ചെയ്തിട്ടില്ലേ, കടകംപള്ളി തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ എവിടെയാണ് അതിന് തെളിവുകൾ? എവിടെ? അല്ലെങ്കിൽ ഇര എവിടെ? പീഡനം അനുഭവിച്ച വ്യക്തി എന്തിയെ? അല്ലെങ്കിൽ അവർക്ക് നേരിട്ട തെളിവുകളുടെ അടിസ്ഥാനമാണ്. അപ്പൊ ചോദിക്കും ധാർമ്മികത ഇല്ലേ എന്നുള്ളത്. ധാർമ്മികതയുണ്ട്. അപ്പൊ എല്ലാം ഇപ്പം ഈ പറയുന്ന പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരമാണ് രാഹുൽ ഈ പറഞ്ഞ അവർ ഒരുമിച്ചത്, അല്ലേ? അപ്പം അതിൽ ഈ അതിജീവിതയുടെ ഇഷ്ടപ്രകാരമല്ല. നമ്മുടെ മുമ്പിലുണ്ട് അതിജീവിതമാരല്ലേ, സൗമ്യ വധക്കേസ് ഉൾപ്പെടെയുള്ള എത്രയോ പേര് പീഡനം അനുഭവിച്ച് മരിച്ചവർ, അല്ലേ, റേപ്പ് വിക്ടിംസ് ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നത് എങ്ങനെയാണ് അവിടെ പീഡനമാകുന്നത്? അവിടെ തന്നെ പാളിച്ചേല്. ഇനി ഇത് തന്നെയാണ് ചതി, ചീറ്റിംഗ് എന്ന് പറയാം. ഈ പറഞ്ഞോണം വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഒരു സ്ത്രീയെ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കി അവളെ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ ചീറ്റിംഗ് ആയിട്ടുള്ള കേസാണ്. അത് നിയമവശമുണ്ട്. പക്ഷെ ഇവിടെ അതുമില്ല. അതിനും ആള് വരണ്ടേ എന്നെ ചീറ്റ് ചെയ്തു എന്ന്. അപ്പോൾ ഇത് ഒരു പക്ഷേ രണ്ട് വ്യക്തികൾ ചേർന്ന്, ചില പോസ്റ്റുകളിലൊക്കെ ഞാൻ കണ്ടതാണ്, രണ്ട് വ്യക്തികൾ ചേർന്നുള്ള ഒരിത്,
അതിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ചിലപ്പം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ ചിലവരോട് പറഞ്ഞെന്ന് പറയുന്നിട്ട് ഞാൻ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാന്ന്. അപ്പം അങ്ങനത്തെ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ശരിയേത് തെറ്റെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്ത ഒരു കാര്യത്തിൽ ഒരു കുട്ടി അവിടെ ജനിക്കുന്നു. രണ്ടുപേരും അതിന് തെറ്റുകാരാണ് അല്ലേ? അതിന് തീരുമാനമെടുക്കേണ്ടുന്നത് എന്താണോ അത് രണ്ടുപേരും കൂടെ ചേർന്ന് തീരുമാനമെടുക്കണം. ഇനി അത് ഈ പറഞ്ഞോണം അബോർഷനായി പോയെങ്കിൽ അത് രണ്ടുപേരുടെയും തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനൊക്കെ തെളിവുകൾ വേണം. അപ്പം ഇതൊന്നും ഇല്ലാണ്ട് ഒരാളെ ക്രൂശിക്കാൻ എളുപ്പമാണ് അല്ലേ? ക്രൂശിക്കാൻ എളുപ്പം. എല്ലാവർക്കും തെറ്റുകളും പാകപ്പിഴകളും ഒക്കെ വരും. വേടൻ കഞ്ചാവ് വലിച്ച് കഞ്ചാവ് ഇനി വലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് വേടനെ അങ്ങ് എടുത്ത് പൊക്കിയ CPM ആൾക്കാരാണ്, നമ്മുടെ സഖാക്കളാണ് നമ്മുടെ ചുറ്റുമുള്ളവർ. പിന്നീട് വേടൻ പല സ്ത്രീകളെ, അതായത് ദളിത് യുവതികളെ ഉൾപ്പെടെ ദളിത് സ്ത്രീകളെയാണ് കൂടുതലും ഇതുപോലെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കി. എന്ത് ചെയ്യാ കഥ എവിടെ പോയി? എന്നിട്ടും ചില മന്ത്രിമാരുൾപ്പെടെ വേടനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുക. വേടൻ ദളിത് വർഗത്തിൽപ്പെട്ട അല്ലെ താഴ്ന്ന ഇടയിൽപ്പെട്ടതുകൊണ്ട് വേടനെ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഈ പീഡനം അനുഭവിച്ച ഒരു ഡോക്ടർ ദളിത് ഡോക്ടറാണ്. എവിടെ ഈ പാർട്ടിക്കാരും സഖാക്കന്മാരും ഒക്കെ? അപ്പൊ ഇതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങൾ. തെരഞ്ഞെടുപ്പിന് വേടനെ വെച്ച് എവിടെയെങ്കിലും സ്റ്റേജിൽ 2 പാട്ട് ഇട്ടാൽ തെരഞ്ഞെടുപ്പിന് ആൾക്കാർ കൂടും. അതായിരുന്നു അവരുടെ ലക്ഷ്യം അല്ലെ? ഇപ്പൊ കുറെ പൊക്കി 4-ാം വർഷം കുറെ പൊക്കി എടുത്തോണ്ട് നടന്നില്ല. ഇപ്പൊ എന്താരും ഒന്നും പൊക്കി എടുത്തോണ്ട് ഇറക്കാത്തത്? ഇത് തന്നെ എല്ലായിടത്തും ഇവർക്കൊക്കെ ഒരു കളികൾ മാത്രമാണ്. പക്ഷെ ഇതിൽ ബലിയാടാക്കപ്പെടുത്തത് എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയാണ്, ഈ അതിജീവിതയാണ്. ഒരു പക്ഷെ തനിക്ക് നേരിട്ട അനുഭവം അത് സത്യസന്ധമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് നിയമത്തിന്റെ ഉപദേശം തേടി പോവുക, നിയമോപദേശം തേടുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ ആ പെൺകുട്ടി ഇത്തരത്തിൽ സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം കൂടെ കുഴിയിലാക്കുമ്പോൾ ഇതിൽ പറഞ്ഞ മുട്ടനാടുകൾ തമ്മിൽ കടിപിടി കൂടുമ്പോൾ നോക്കി നിന്ന് കാണാൻ നല്ല രസമാണ്. അങ്ങനെയുള്ളവരാണ് മാധ്യമ പ്രവർത്തകരും സമൂഹവും ഒക്കെ. സ്വന്തം ജീവിതമാണ് ഇതിൽ പേഴ്സണലി നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. സ്വന്തം ജീവിതമാണ്. നമുക്കൊരു ഇത് നേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് അത് ഇറങ്ങുക. നമുക്കതിൽ തെളിവുകളുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സമൂഹം മുഴുവനും ഒപ്പം ഉണ്ടായിരിക്കും. അതല്ലാതെ കുറേശ്ശെ എനിക്കിങ്ങനെ പണി തന്നല്ലോ, എന്നാൽ പിന്നെ നിനക്കും കൂടി ഇച്ചിരി പണി ഇരിക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ ചെറിയ ഇതിട്ട് കൊടുത്തിട്ട് ആളെയും കൂടെ കുഴിയിലാക്കിയിട്ട് എന്ത് പ്രയോജനമാണ്? ഇതിൽ ഭാവി നശിച്ചത് ഈ 2 വ്യക്തികളുടെയാണ് പേഴ്സണലി നോക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു യുവ നേതാവിനെ നഷ്ടമായി എന്ന് തന്നെ പറയാം. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം, ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഇരുട്ടിൽ തപ്പി കുറച്ച് മാസം നിൽക്കും. ഇതങ്ങ് ഇനി ഡയറക്റ്റ് പരാതി ഒന്നും വന്നില്ലെങ്കിൽ കേസ് തേഞ്ഞു മാഞ്ഞു അല്ല, ഡയറക്റ്റ് പരാതി വന്നു കഴിഞ്ഞാൽ ഇതിപ്പം അശാസ്ത്രീയമായിട്ടുള്ളൊരു അബോർഷനാണ് സംഭവിച്ചെങ്കിൽ അത് ഡോക്ടർ വീണ്ടും ശാരീരിക പരിശോധനകൾ നടത്തണം. അങ്ങനെയാണെങ്കിൽ ആ ഗർഭം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ വേണം. അതിപ്പം വോയിസ് ക്ലിപ്പുകൾ ഉൾപ്പെടെ ഉണ്ട്, അത് തെളിയിക്കാൻ പറ്റും, ആ പെൺകുട്ടിക്ക് തെളിയിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയോ, ചീറ്റിംഗ് ആണോ, രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ചെയ്തതാണോ, രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ആണെന്നുള്ളത് വോയിസ് ക്ലിപ്പിനകത്തുണ്ട്. പിന്നെ ചീറ്റിംഗ് നടന്നിട്ടുണ്ടോ, വിവാഹ വാഗ്ദാനം നൽകി ചീറ്റിംഗ് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് അവിടെ വരുന്നത്. അങ്ങനെയുണ്ട് എന്ന് ഏതെങ്കിലും തെളിവുകൾ ആ കുട്ടിക്ക് ഹാജരാക്കാൻ കഴിഞ്ഞാൽ രാഹുൽ പെട്ടത് തന്നെ. അതല്ലാതെ ഇപ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ള വോയിസ് ഒന്നും അതിനകത്തില്ല. ഇനി അങ്ങനെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്ന വോയിസുകളോ ചാറ്റിംഗ് മെസ്സേജുകളോ ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ട്. പെൺകുട്ടി പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ 2 കാര്യത്തിലും പരാതിയുമായി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ രാഹുൽ പെട്ടുപോകും. അല്ലാത്തിടത്തോളം കാലം രാഹുൽ പെടില്ല. ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ച് പരാതിക്കാരില്ലാത്ത ആദ്യത്തെ കേസായിരിക്കും ഇത്. ഇരുട്ടിൽ തപ്പി ചരിത്രത്തിൽ, ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു പരാതിയും ഇല്ല, ശൂന്യതയിൽ നിന്ന് പരാതി ഒപ്പിച്ചുകൊണ്ട്, ചില മാധ്യമങ്ങൾ പടച്ചുവിട്ട പരാതി ഒപ്പിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോകുന്നത് വെറുതെയാണ്. കാരണം ഹോസ്പിറ്റലിലൊന്നും അങ്ങനെ പോലീസുകാർക്ക് വേറെ പണിയില്ല. കേരള പോലീസിന് ഒരു പണിയില്ല. അവർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയത്തേ ഉള്ളൂ. അവിടെ ചെന്നെന്തോ കിട്ടുമോ? അപ്പൊ അവർക്ക് ആ ഹോസ്പിറ്റലിനും കൂടെ അല്ലേ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞോണം ഉള്ള ഗർഭചിത്രം നടത്തിയെന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ ഇത് ഡിഗ്നിറ്റിയെ ബാധിക്കത്തില്ലേ? ഹോസ്പിറ്റലിൽ കൊടുക്കുമോ? അതും പരാതിക്കാരി പറയണം, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ വെച്ചാൽ നടത്തിയെന്നുണ്ട്. ഇത് 2 നടക്കാത്തിടത്തോളം കാലം എവിടെയാണ് അന്വേഷണം പുരോഗമി? ഇതൊക്കെ വെറുതെയാണ്. ഇത് കുറച്ച് നാളും കൂടെ ഇങ്ങനെ പോകും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോവും. അടുത്ത ഭരണം ആരുടെ കയ്യിലാണോ അത് ഏറ്റെടുക്കും. ഇനി രാഹുൽ വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അപ്പോഴും ഇവർ പൊടി തട്ടി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും രാഹുലിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് രാഹുൽ ധൈര്യമായിട്ട് സഭയിൽ വരണം.
ഈ പറഞ്ഞോണം ധൈര്യമായിട്ട് ഒരുപാട് പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ ആഗ്രഹിക്കുന്നവരുണ്ട്. KC വേണുഗോപാലൊക്കെ പറഞ്ഞു അതെ അതെ, ധൈര്യമായിട്ട് മുന്നോട്ട് വരിക, മാറി നിൽക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. തിരികെ പഴയ ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവർക്കും പറ്റാറുണ്ട്. ഇനി തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ എന്തെങ്കിലുമൊക്കെ കാണും, സത്യം കാണും. ഇതിപ്പോൾ എല്ലാവരും അങ്ങ് ഒരാളെ അങ്ങ് ക്രൂശിക്കുമ്പോഴും അതിൽ ഒരു കൈ അടിക്കാതെ സൗണ്ട് കിട്ടത്തില്ലല്ലോ, രണ്ട് കൈയും കൂടെ അടിച്ചാലെല്ലാം സൗണ്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ ഭാഗത്ത് മാത്രമായിരിക്കില്ല, മറുഭാഗത്തും എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറയാനുണ്ടല്ലോ, കേൾക്കാനുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ മാത്രം ഇപ്പം സമൂഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്, മറുഭാഗത്തെ ഒന്നും ആരും കേൾക്കുന്നില്ല. രാഹുൽ ഒന്നും പറയുന്നില്ല, ഒരെണ്ണം പറഞ്ഞത് അതോടെ തീർത്തു അവന്തികയുടെ കാര്യം. അപ്പൊ അടുത്തത് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ രാഹുൽ അത് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഹണിയും മറ്റേ റിനിയും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പൊ അത് പറയിപ്പിക്കാതിരുന്ന അവർക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. ഈ പറയുന്നത് പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ രാഹുൽ തീർച്ചയായിട്ടും വന്ന് തന്റെ സത്യം എന്താന്നുള്ളത് പറയുക. എവിടേക്കെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുക. ജീവിതത്തിൽ ചേർക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചേർത്ത് പിടിക്കുക. ഈ പറയുന്നോണ്ട് ഇവരുടെയൊക്കെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രണയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുറത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ പല ആൾക്കാരും കയറി നിരങ്ങിയിട്ടുണ്ട്, അതൊക്കെ മാറ്റി ഒരു പക്ഷേ നല്ല ബന്ധങ്ങൾ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് പിടിക്കാൻ പറ്റാത്തതാണെങ്കിൽ വിട്ടുകളയുക. ഈ പറഞ്ഞതുപോലെ എന്താണ് പഴയ പോലെ സജീവമായിട്ട് വരട്ടെ. നല്ലൊരു നേതാവല്ലേ. പാകപ്പിഴകൾ എല്ലാവർക്കും സംഭവിക്കാറുണ്ട് അല്ലേ, യൗവനകാലത്ത് എല്ലാവർക്കും പാകപ്പിഴകൾ സംഭവിക്കാറുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന്, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നല്ലൊരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഒരു പിഴയല്ല ഇത്. ഇതൊരിക്കലും ഒരു നേതാവും കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത്. കാരണം നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മൾ ഓരോ ജനങ്ങളും മുന്നോട്ടിരിക്കുന്നത്, സ്ത്രീകളും കുട്ടികളും ഒക്കെ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും, ഞങ്ങളെ അങ്ങനെ തുറിച്ചു നോക്കുകയാണെങ്കിൽ അല്ലേ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒരു നേതാവിൻ്റെ അടുത്ത് ചെല്ലുന്ന ഒരു വിശ്വാസം കൊണ്ടാണ് അല്ലേ, ഭരിക്കുന്ന ഭരണകർത്താവിൻ്റെ ഒരു വിശ്വാസം കൊണ്ടാണ് ചെല്ലുന്നത്. അപ്പം ആ വിശ്വാസം നിങ്ങളായിട്ട് തകർക്കരുത്. നിങ്ങളുടെ ചാബല്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒതുക്കുക. നിങ്ങളുടെ ചാബല്യം, എല്ലാവർക്കും ചാബല്യങ്ങളുണ്ട്, അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒതുക്കിക്കൊണ്ട് നല്ലൊരു നേതാവായിട്ട് എല്ലാവരും, അപ്പോൾ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷം BJPയും CPMഉം കോൺഗ്രസും ഇനി ആം ആദ്മി പാർട്ടി ആണെങ്കിലും നല്ല നേതാക്കന്മാർ നമ്മുടെ നാടിന് ഉണ്ടാവട്ടെ. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. പറഞ്ഞതുപോലെ എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. സത്യം എന്താണ്, മിഥ്യ എന്താണ്, എല്ലാത്തിലേക്കും ഒരു ശരിയായ ഉത്തരത്തിലേക്ക് എത്രയും വേഗത്തിൽ തന്നെ എത്തട്ടെ.